ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലത്തെ പേരുടെ ബാക്കി പറയാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് ജോഷി പോയിട്ട് രാത്രി 1 മണിയായി വീട്ടിൽ എത്തിപ്പോൾ കേട്ടോ. അതാണ് പിന്നെ ലോകം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം സംസാരിച്ചു. വണ്ടി നമ്മളെ അവിടെ പാർക്കിൽ തന്നെ നടപ്പുണ്ട്. സംസാരിച്ചു. പിന്നെ അതിനെപ്പറ്റി ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അത്യാവശ്യം നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു വലിയ വർക്കാണ് വണ്ടി ചെയ്യാൻ വേണ്ടി ഇപ്പം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കൂടെ അങ്ങോട്ട് പോകണം. കാര്യം നമ്മുടെ വണ്ടി ഇപ്പോൾ എടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റുമ്പോൾ നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൂടെ അങ്ങോട്ട് പോകണം. കാര്യം നമ്മൾ ചെന്നാൽ കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സെയിം മോഡൽ വണ്ടി 2 പണിയുന്നുണ്ട്. ആദ്യമായിട്ട് ജോഷിക്കുന്ന വണ്ടി കിടപ്പുണ്ട്. അതുപോലെ വേറെ വണ്ടികൾ കിടപ്പുണ്ട്. അതിനും പണിയും കയറുന്നുണ്ട്. അതായത് നമുക്ക് വർക്ക് അവിടെ കഴിഞ്ഞിട്ട് നേരെ ഇനി തിരിച്ച് ആലപ്പുഴ ഷോറൂമിൽ വരണം. വണ്ടിക്ക് അവിടെ ഒരു ഫൈനൽ ചെക്കപ്പ് ഉണ്ട്. അവിടുത്തെ ജോഷിന് തന്നെ ഷോറൂമാണ് ആലപ്പുഴയുള്ളത്. അപ്പം അതായത് അവരുടെ തന്നെ ഭാഗമായിട്ട് നമ്മൾ അവിടെ പണി ചെയ്തിട്ട് വണ്ടിക്ക് നേരെ ചെക്കപ്പിന് ഇവിടെ കൊണ്ടുവരണം. എന്തെങ്കിലും ഇലക്ട്രിക് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്, അവർക്ക് ചെക്കപ്പ്. കാര്യം അവിടെ ഫുൾ നമ്മൾ അതായത് ആ ജോഷി നമ്മൾ ഫുൾ വർക്ക് എടുക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം ഷോറൂമിൽ തന്നെ പരിപാടി ചെയ്തെടുക്കാൻ പറ്റും. കാര്യം ഇന്നലത്തെ ഒരു കമ്പനി കിടക്കുന്നതുകൊണ്ട് നമ്മൾ സീറ്റ് മാറ്റുമ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ പാടില്ല. കാര്യം നമ്മളതിനെപ്പറ്റി സംസാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ജോഷിന് തന്നെ കമ്പനിയുടെ ത്രൂ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ആ ഷോറൂമിൻ്റെ തന്നെ ഇതുള്ള ഈ ബോഡി വർക്ക്ഷോപ്പും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിച്ച് ഫുൾ അതിനെപ്പറ്റി എല്ലാം ഇതായതിന് ശേഷം മാത്രമാണ് നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. അതുമല്ല നമുക്ക് എന്താ പറയുക, പുഷ് ബാക്ക് സീറ്റ് ആക്കിയാലും പറഞ്ഞ് നമുക്ക് ടാക്സിനകത്ത് വ്യത്യാസം കാര്യങ്ങളൊന്നും വരുന്നില്ല. പുതിയൊരു നിയമത്തിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നല്ല ലൈറ്റ് വർക്ക് ചെയ്യണം. പിന്നെ സൗണ്ട് വർക്ക് ചെയ്യണം. സൗണ്ടൊക്കെ കുഴപ്പം നമ്മുടെ സൗണ്ടും എല്ലാം അവിടെ തന്നെ വയ്ക്കുന്നുണ്ട്. സൗണ്ടൊക്കെ അവിടെ നമ്മൾ നല്ലൊരു വണ്ടിയുടെ സൗണ്ട് ചെയ്ത് നമ്മളെ കാണിച്ചു തന്നു. അതായത് നല്ല അടിപൊളിയായിട്ട് വർക്കാണ് സൗണ്ട് അവിടെ ചെയ്യുന്നത്. അപ്പം നല്ല വോക്കലും നല്ല അത്യാവശ്യം നല്ല പരിപാടി അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ പരിപാടി നമുക്ക് അവിടെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ രാത്രി ട്രെയിൻ നമുക്ക് കോട്ടയത്ത് നിന്ന് പറഞ്ഞാൽ ട്രെയിൻ കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് അവിടെ നിന്ന് ബസ് കയറി ഞങ്ങൾ മൂവാറ്റുപുഴ പോയി. അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് മൂവാറ്റുപുഴ പോയത് അവിടുന്ന് കോട്ടയത്തിന് ഒറ്റവണ്ടി കിട്ടുമെന്ന് പറഞ്ഞ് കയറി. പക്ഷേ നമ്മൾ തൊഴിലുകളിൽ നിന്ന് ഒറ്റവണ്ടി കിട്ടിയില്ല. അങ്ങനെ മൂവാറ്റുപുഴ പോയി. അങ്ങനെ മൊത്തം കറക്കമായിരുന്നു. ലാസ്റ്റ് ഒന്നും പറയണ്ട. ഞങ്ങൾ രാവിലെ പോയപ്പോൾ കാറെടുത്ത് ഞങ്ങൾ കായംകുളത്തിട്ടു. കായംകുളത്ത് പോയി ഞങ്ങൾ തിരിച്ച് അടൂർ വന്നിറങ്ങി. ഇവിടുന്ന് വീണ്ടും ഓട്ടോറിക്ഷ വിളിച്ച് കായംകുളത്ത് പോയി വണ്ടി എടുക്കുക. അങ്ങനെ കുറേ ഓടി. ലാസ്റ്റ് എന്തോ 1 മണിയായപ്പോൾ വീട്ടിലെത്തി കഴിച്ചു. അപ്പോൾ നമുക്ക് ആ പരിപാടി കഴിഞ്ഞ് ഇന്നിനും കുറച്ച് പരിപാടി നമ്മുടെ സീറ്റ് അവിടെ മേലെ ഇരിപ്പുണ്ട്. അതിന് മേലൊരു ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഷീറ്റ് മേടിച്ച് ഇടണം. പിന്നെന്താ പരിപാടി, ഷീറ്റ് ഇടണം. അത് ഞാൻ നമ്മുടെ വണ്ടി ഈ ബൈക്ക് ഇതിന് ഞാൻ ഫ്രണ്ട് 2 ഫോഗ് ലാമ്പ് വെച്ചായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം. കാശ് ഇതുണ്ട, ഇവിടെ 2 ഫോഗ് ലാമ്പ് വെച്ചിരിക്കുന്നുണ്ടാ. ഈ ഫോഗ് ലാമ്പിന് 3 ടോണുണ്ട്. അതായത് 3 കളറുണ്ട്. അതായത് ഒന്ന് വൈറ്റ് കത്തും, ഒന്ന് വാമ് കത്തും, ഒന്ന് വൈറ്റും വാമും ഒരുമിച്ച് കത്തും. നമ്മൾ കൊടുത്തപ്പോൾ താക്കോലല്ല കാണിച്ചു തരാം. നമ്മൾ കൊടുത്തപ്പോൾ ഇന്നലെ വാമും വൈറ്റ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പം നമുക്ക് മറ്റേ യെല്ലോയും വൈറ്റും ഒരുമിച്ച് കത്തുമ്പോൾ അടിപൊളിയാണ്, കളറാണ്. അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിന്ന് വന്നിട്ട് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ 2-ാം കുറ്റി വരെ പോകണം. അവൻ്റെ കാറിന് ഒരു സ്റ്റിയറിംഗ് കവർ തയ്പ്പിക്കുന്നിടത്ത് ഇടാൻ വേണ്ടി അവിടെ വരെ പോകണം. അവന് പിന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അങ്ങനെ കേട്ടോ. നമ്മുടെ വണ്ടിയെ പറ്റി വ്ളോഗ് ഇനി ഇടയ്ക്ക് അവിടെ പോകുമ്പോൾ മാത്രമേ വണ്ടിയെ പറ്റി വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം വണ്ടി നമ്മുടെ ഇല്ലിപ്പം. അതുകൊണ്ടാണ് നമുക്കൊരു പ്രശ്നം. അവിടെ പറഞ്ഞേക്കുന്നത് 25 ദിവസമായിട്ട് പറഞ്ഞേക്കുന്നത്. 25 ദിവസത്തിനുള്ളിൽ നമ്മുടെ വണ്ടി അവർ പണിത് കൈ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 25 പറഞ്ഞാലും ചിലപ്പോൾ 5 ദിവസം കൂടും. നമ്മളൊത്തിരി ധൃതി എടുത്ത് അവരെ പണിയിപ്പിക്കുന്നില്ല. കാര്യം നമുക്ക് പതുക്കെ ചെയ്ത് വൃത്തിയായിട്ട് ചെയ്ത് കിട്ടിയാൽ മതി. നമ്മൾ ഒരിക്കലും അവരെ പ്രഷർ ചെയ്ത് നമുക്കിപ്പോൾ ഇന്നലെ വണ്ടി ഇറങ്ങണമെന്നും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പണിയിക്കുന്നില്ല കേട്ടോ. നമ്മൾ വൃത്തിയായിട്ട് സമാധാനത്തെ പണിയിക്കുന്നുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. കാര്യം നാളെ എന്തെങ്കിലും വന്ന് പിന്നെയും നമുക്ക് ഇവിടുന്ന് പോകുന്ന ഭയങ്കര ദൂരമാണ്. ഇവിടുന്ന് 140 കിലോമീറ്റർ ഉണ്ട് തൊടുപുഴ വരെ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോയി വരാം. അപ്പം അതുകൊണ്ട് നമ്മൾ സമയം എടുത്ത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഇനി അലോവീൽ ഇടണം. അലോവീലിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി 2-3 കടയുണ്ട്, അവിടെ പോകണം. അങ്ങനെ പണി കുറേ ഉണ്ട്. അപ്പം പിള്ളേർ വന്നിട്ട് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇറക്കം വന്നിട്ട് വിളിക്കാൻ. ഞാൻ വണ്ടിക്കകത്താണ് പോകുന്നത് കേട്ടോ. ഇനി നേരെ 2-ാം കൂറ്റി പോയിട്ട് വരട്ടെ കേട്ടോ. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ കടയിലെത്തി കേട്ടോ. ഇത് 2-ാം കൂറ്റിന്ന് കിഴക്കോട്ട് വരുമ്പോൾ ഈ കാണുന്ന കട, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കടയിലാണ് നമ്മൾ വന്നത്. അതേപോലെ നമ്മുടെ വണ്ടി ഇറക്കി. ഇതിൻ്റെ സ്റ്റിയറിംഗ് കവർ ചെയ്യാനായിട്ട് വന്നത് കേട്ടോ. ഇവിടെ അയ്യപ്പൻ എന്ത് ചെയ്ത് അവനാത്തിപ്പുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് കവർ ചെയ്തിട്ട് വരാം. നമ്മളെടുത്ത കവർ ഇതാ കേട്ടോ. ഈ കവർ സ്റ്റിയറിംഗ് കവർ ഇതാ. കടത്തിൽ എടുത്ത് കാണിച്ചാ കവർ. ഇതേപോലത്തെ വേറൊന്നും എടുത്തേട്ടോ. അതൊരു കൊണ്ടുപോയി തിരിച്ചതിലേക്ക് നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഈ കിടക്കണം. സ്റ്റിയറിംഗ് കവർ തയ്ച്ചുകൊണ്ടിരിക്കട്ടെ. ഇതാണ് നമ്മൾ മേടിച്ച കവർ. പിന്നെ ആൻറ്റിനെ മേടിച്ച് ആൻറ്റിനെ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി. ഇനി വേറെ സാധനം മേടിച്ചിട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വന്ന് ഈ കടല കേട്ടോ. ഫോട്ടോ ഫിറ്റാണ്ടോ. നമ്മുടെ വണ്ടി അതേ നമ്മളെ പണിതുകൊണ്ടിരിക്കുക കേട്ടോ. അയ്യപ്പം കണ്ടിരിക്കുന്നത്. പിന്നെ കവറിൻ്റെ പണി കഴിയാറ്. ഇത് കഴിഞ്ഞിട്ട് വേറെ സാധനം കയറ്റാൻ.
ഗൈസ് നമ്മളോട് വെള്ളം കുടിക്കാൻ വേണ്ടി കടന്നിട്ട് വന്നു കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ട്. ഉമ്മാർക്ക് ഭയങ്കര നാണം നമ്മുടെ വീടിയൊക്കെ തന്നെ. അയ്യപ്പാ ഗൈസ് അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗ് കാറൊക്കെ വെച്ചേട്ടത്. ഇതാണ് അവിടെ സ്റ്റിയറിംഗ് കാർ. ഒരു 1000 സംതിങ് രൂപയായിട്ടാണ്. അവൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വരും. കുറേ വരുന്ന വണ്ടി അതല്ല, ഇതേ വരുന്നു. പാട്ടിടല്ലേ കോപ്പറേറ്റ് ഗൈസ്. അപ്പം പോയിട്ട് വരാൻ കിട്ടുന്നു. അവിടെ ചെന്നിട്ട് മറ്റേ വീട്ടിലൂടെ ലൈറ്റ് എടുത്തിട്ട് അതാ കാണിക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടോ. വീട്ടിൽ ഇപ്പോൾ ചോറ് കഴിക്കുന്നതുകൊണ്ട് അമ്മ നല്ല മുട്ട വറുത്തത്, മോര്, തീയൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി ചോറ് പിടിച്ചിട്ട് എൻ്റെ ബൈക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചാരും കൂടെ വരെ പോട്ടെ അമ്മയായിട്ട്. അപ്പം ഫുഡൊക്കെ വെച്ച് പറയുള്ളൂ. ബൈക്കിനകത്തോട്ട് ബൈക്ക് ആദ്യമേ ഇറക്കി വെച്ചാലേ കാര്യമുള്ളൂ. നമ്മുടെ കാറിലാട്ടോ പോകുന്നത്. നിങ്ങളെ മറ്റേ ലൈറ്റ് കാണിച്ചല്ലോ, കണ്ട വെള്ളം എത്തി വാമ എത്തിയുണ്ടോ? ഇത് നമുക്ക് രണ്ടും ഒരുമിച്ച് എത്തും. ആ രീതിയിലാക്കണം. വണ്ടി ഇറക്കി പുറമോട്ട് വെക്കാം. ഗൈസ് നമ്മുടെ ചെറുക്കനെ ഇനി എടുക്കട്ടെ. 2-3 ദിവസം വണ്ടി എടുത്തിട്ട് താക്കോലെൻ്റെ പോക്കോലാണ് ഗൈസ്. ഇതൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആയിട്ട് കൂട്ടിക്കോണേ. നമ്മുടെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ വീഡിയോ ഇട്ടില്ല പറ്റത്തില്ല. അതെ നമ്മുടെ ചെറുക്കൻ കിടപ്പുണ്ട്. ഈ സൗണ്ട് ഞാൻ ആക്കിയതാട്ടോ. നേരത്തെ ഇതിന് മറ്റേ കിക്കിക്കായിരുന്നു, അത് മാറ്റി നമ്മൾ സൗണ്ടാക്കി. നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് അഴുക്കൊക്കെ ആയി. ഇതെല്ലാം കഴുകി വൃത്തിയാക്കാൻ സമയം കിട്ടുന്നില്ല. അതിൽ ഭയങ്കര ഇഷ്ടം. നമ്മുടെ വണ്ടി ഒന്ന് വൃത്തിയാക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഫുള്ള് തിരക്കായിരുന്നു. നല്ല ഇരുട്ടായിരിക്കും ഇല്ലേ? ഫിലിം പൊട്ടിച്ചേക്കുന്നില്ല. ഓഹോ, കുറച്ച് നേരം സ്റ്റാർട്ടാക്കി കിടക്കട്ടെ. വഴി സ്റ്റാർട്ടാകട്ടെ. പുതിയ ബാറ്ററിയാ, പഴയ ബാറ്ററി പോയി. ഇത് വേറെ മേടിച്ച് വെച്ചത് ഞാൻ. RPM ഓക്കെ. ഇത്ര ദോശ വണ്ടി എടുത്തെന്നറിയാമോ ഗൈസ്? അപ്പോൾ നേരെ അവിടെ പോയിട്ട് വരാം. എൻ്റെ മുഖത്ത് വെട്ടമുണ്ട്. എൻ്റെ മുഖത്ത് വെട്ടമുണ്ടെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഗൈസ് നമുക്ക് അമ്മയായിട്ട് പോയിട്ട് വരാം കേട്ടോ. ഗൈസ് ഞങ്ങളങ്ങനെ നമ്മുടെ വണ്ടിക്ക് വീണ്ടും അടുത്ത സ്റ്റിക്കറേ വേണ്ടി വന്നിട്ടോ. ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒരു ആൻറ്റിലയർ ഒട്ടിക്കേണ്ടി വന്നു കേട്ടോ. ഭയങ്കര വെയിലാത്തോട്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ കടല വന്നത്, അതായത് കാർസ്മ, അതായത് നമ്മുടെ സ്ഥലപ്പേരെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നമ്മുടെ ഇവിടെ സ്ഥലപ്പേര് പാറക്കട അവിടെ വന്നിട്ടോ. ആ വണ്ടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇത് ഒട്ടിക്കും. അപ്പം ഒട്ടിക്കുന്ന വീഡിയോ എടുക്കാം നമുക്ക്. ഫൈനലി നമ്മുടെ വണ്ടി സ്റ്റിക്കറേ വേണ്ടി കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ്സിൽ സ്റ്റിക്കർ ചെയ്യുന്നത്. അതിനകത്ത് ചേട്ടൻ സ്റ്റിക്കർ ചെയ്യാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഫാസ്ട്രാഗിൻ്റെ ഒക്കെ ഇത് കഴിഞ്ഞാൽ ഇളകി കളയുന്നു. നമ്മുടെ സ്റ്റിക്കറിന് തിരിപ്പുണ്ട്. ഇനി അകത്തുനിന്ന് ഒട്ടിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് അടിച്ച് ഇല്ലടാ അയ്യപ്പാ. ഇവിടെ നോക്കടാ നീ എന്തോടാ സ്നേഹമില്ലാത്ത ഒട്ടിങ്ങനെ. വിഷം കാണിച്ചു തരാം. ഗ്ലാസ് എല്ലാം ഇളക്കിട്ടേ, ഗ്ലാസ്സിലെ സ്റ്റിക്കർ ഇളക്കി കാണിച്ചു സ്റ്റിക്കറിങ്ങിൻ്റെ ഒക്കെ ഒട്ടിച്ച് കാണിക്കാം കേട്ടോ. ഇവിടെ തിരക്ക വേറെ വണ്ടിയുടെ പൊണ്ട് വെളിയിൽ. അതുപോലെ നമ്മളൊരു സാധനം പിടിച്ചത് വെക്കുകയും ചെയ്യണം വണ്ടിക്ക്. ഇതിലടേ അത് ഞങ്ങൾ കാണിച്ചില്ല. കാണിച്ചാൽ നമുക്ക് റിസ്ക്കാ ഇല്ലടാ. അതാണ്